ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. രാവിലെ തന്നെ ആ വീടൊക്കെ ഒന്ന് അടിച്ച് തുടയ്ക്കാൻ പോവുകയാണ്. അതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം അടുക്കളയിലേക്ക്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും അതുപോലെ തന്നെ ചിക്കൻ കറിയാണ്. കുറച്ചധികം തന്നെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. നല്ലോണം പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇതിന്ന് ഇഡ്ഡലി ഉണ്ടാക്കും, നാളെ ദോശയും. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഇത്. അങ്ങനെ അതാ ഞാൻ ഇഡ്ഡലി തട്ടിലേക്ക് മാവൊക്കെ ഒഴിച്ച് വേഗം തന്നെ അടുപ്പത്തേക്ക് കയറ്റി അടുത്ത അടുപ്പിൽ ഇതാ പൊന്നൂസിന് ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ള റൈസും കൂടെ റെഡിയാക്കുകയാണ്. കുക്കർ തന്നെയാണ് ഉണ്ടാക്കുന്നത്, പെട്ടെന്നാവാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ഇഡ്ഡലിയൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ ഞാൻ ചിക്കൻ കറിയും കൂടെ വെച്ചേ, കുക്കറിലാണ് വെച്ചിട്ടുള്ളത് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മളെ റൈസിനുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ റൈസും കൂടെ ഇട്ട് കുക്കർ മൂടി വെച്ചു, 2 വിസിൽ. അപ്പോഴത്തേക്ക് നമ്മുടെ റൈസൊക്കെ സെറ്റായി വന്നോളും. അതിൻ്റെ ഇടയിൽ കൂടെ ഇതാ നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡിയായി. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. ഞാൻ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ സോഫ്റ്റായി കിട്ടും കേട്ടോ. ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായപ്പോൾ പൊന്നൂസിനും ഏട്ടനൊക്കെ കൊടുക്കുകയാണ്. കറിയൊക്കെ ഒരു പാത്രത്തിലേക്ക് പാർന്ന് വെച്ചു. അതിന് ശേഷം ഇതാ നമ്മളെ കടിയെല്ലാം കൂടെ എടുത്ത് ടേബിളിലേക്ക് വെച്ചാൽ അവൾ എടുത്ത് കഴിച്ചോളൂ കേട്ടോ, പിന്നെ എൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ഇതാ ഞാൻ വേറെ പണിയിലേക്കൊക്കെ പോയപ്പോഴത്തേക്കും പൊന്നൂസ് കുളിച്ച് നല്ല ഫ്രഷായി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പൊന്നുകുട്ടിക്ക് ഏകദേശം പോകാൻ സമയമായിട്ട്. അപ്പോഴത്തേക്കും ഇതാ നമ്മുടെ റൈസൊക്കെ റെഡിയായി വന്ന് അത് ഇതാ ടിഫിൻ ബോക്സിലേക്ക് മാറ്റുകയാണ്. റൈസ് ഇട്ടു, പിന്നെ ഒരു പാത്രത്തിൽ ഇതാ ചിക്കൻ കറി വെച്ചു. കറി വെക്കുന്നില്ല, കഷ്ണം മാത്രം ഇതിലേക്ക് വെച്ചിട്ട് കറി വേറൊരു ചെറിയ പാത്രത്തിലേക്കാണ് കേട്ടോ വെക്കുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ ലഞ്ച് ബോക്സൊക്കെ സെറ്റായി, വെള്ളമൊക്കെ ആക്കി പൊന്നൂസിന് കൊടുത്തു. അതിന് ശേഷം ഇതാ ഹർഷുവിനുള്ള മുത്താറി അരയ്ക്കുകയാണ്. രാവിലെ എപ്പോഴും ഹർഷു മുത്താറി തന്നെ കേട്ടോ കഴിക്കാറ്. എണീച്ച് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ഇതാ മുത്താറിയൊക്കെ നല്ലോണം കഴുകി വെള്ളമൊക്കെ പോയതിന് ശേഷം നമ്മുടെ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് നല്ലോണം അരച്ചെടുത്ത് അതിൻ്റെ പാലെടുത്തിട്ട് കുറുക്കിയിട്ടാണ് ഹർഷുവിന് കൊടുക്കുക. അങ്ങനെ ഇതാ ഞാൻ നല്ലോണം അരച്ചെടുക്കുകയാണ്. നല്ല അരച്ചാൽ തന്നെ മുത്താറിൻ്റെ പാല് നല്ലോണം കിട്ടും. അങ്ങനെ ഇതാ പാലൊക്കെ ഞാനൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പം കാച്ചൂല കേട്ടോ. ഹർഷു ഇപ്പോൾ എന്തായാലും ഉറങ്ങുകയാണ്, കുറച്ച് സമയം കഴിയും എഴുന്നേക്കാൻ. അപ്പോൾ ഹർഷു എഴുന്നേക്കാനാകുമ്പോഴത്തേക്ക് നല്ലോണം കുറുക്കി ചൂടോട് കൂടിയാണ് കേട്ടോ കൊടുക്കുക. അങ്ങനെ അതാ രാവിലത്തെ പണികൾ ഏകദേശം സെറ്റായതിന് ശേഷം ഞാൻ ചായ കുടിക്കാനിരിക്കുകയാണ്. അങ്ങനെ അതാ 3 ഇഡ്ഡലിയും കുറച്ച് ചിക്കൻ കറിയൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ അതാ ഞാൻ സെറ്റിൽ പോയിരുന്നിട്ടാട്ടോ ചായ കുടിക്കുന്ന. ഹർഷക്കുട്ടി എഴുന്നേൽക്കുന്നതിന് മുന്നേ ചായ കുടിയും കൂടെ തീർത്താൽ ആ പരിപാടിയും കൂടെ കഴിഞ്ഞ് അങ്ങനെ അതാ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ഹർഷക്കുട്ടി എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇനി എഴുന്നേറ്റ് വന്നാൽ കുറച്ച് നേരം ഇങ്ങനെ എടുത്ത് നടക്കണം, കാരണം ഉറക്കച്ചടവ് നല്ലോണം ഉണ്ടാവും. കുറച്ച് നേരം എടുത്തൊക്കെ നടന്ന ആളെ സെറ്റാക്കി എടുക്കണേ. എനിക്ക് ഈ പാട്ട് കേൾക്കാനും ഒറ്റയ്ക്ക് ഇരുന്ന് TV കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൂട്ടത്തിലിരുന്ന് സംസാരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം മീ ടൈമാണ് കേട്ടോ. കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കുക, നമുക്കിഷ്ടമുള്ള പാട്ട് കേൾക്കുക, പഴയ ഓർമ്മകളിലേക്കൊക്കെ തിരിച്ചു പോകുക. ഇങ്ങനെ എത്ര പേർക്ക് ഇഷ്ടമുണ്ട്, ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിന് ശേഷം ഇതാ തുണികളുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് അലക്കിയതൊക്കെ അത് വിരിച്ചിടുകയാണ്. ശേഷം ഇതാ പൊന്നുകുട്ടീൻ്റെ യൂണിഫോം അലക്കാനുണ്ടായിരുന്നു. ഇത് മൺഡേ ടു വെനസ്ഡേ വരെ ആൾ ഇട്ടതാണ്. അങ്ങനെ ഇതാ അലക്കാൻ വന്നപ്പോഴത്തേക്കും നമുക്കൊരു കൊറിയർ ഉണ്ടായിരുന്നു. അങ്ങനെ കൊറിയറൊക്കെ വേഗം തന്നെ പോയി വാങ്ങി ശേഷം ഇതാ അലക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. പൊന്നുകുട്ടീൻ്റെ മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ നമ്മൾ മെഷീനിലിട്ട് അലക്കിയെടുത്തു. അതിൻ്റെ ഇടയിൽ കൂടെ ഇതാ ഹർഷക്കുട്ടി നല്ല സോപ്പ് കളിയാണ്. അങ്ങനെ എന്താ ഹർഷുവിന് ഞാൻ സോപ്പ് കൊടുത്തിട്ടില്ലെങ്കിൽ ആൾ നിൽക്കൂല കേട്ടോ, ഓരോരോ കരച്ചിലും പിരിച്ചിലൊക്കെ ആയിട്ട് ആകെ സീനാക്കും. അങ്ങനെ എന്താ അലക്കലൊക്കെ കഴിഞ്ഞ് തുണി വിരിച്ചിട്ടു. പുറത്തൊന്നും വിരിച്ചിടാൻ കൊണ്ടുപോകുന്നില്ല കേട്ടോ, കാരണം നല്ല മഴയാണ് പുറത്ത്. മഴയായതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് കേട്ടോ. ഹർഷക്കുട്ടി ഇത് അടിമുടി നനഞ്ഞു നിൽക്കുകയാണ്. ഇനി ഹർഷുവിനെ ഒന്ന് വേഗം തന്നെ കുളിപ്പിച്ച് കയറ്റണം. വെള്ളത്തിലാണെങ്കിൽ ആൾ കുറേ നേരം ഇരിക്കും കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിൽ കളി. അങ്ങനെ ഇതാ അടുപ്പത്ത് ഹർഷക്കുട്ടിക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഇതാ കുളിച്ച് കയറി ഹർഷക്കുട്ടിക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ഹർഷക്കുട്ടിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് കളിക്കുക. വീട്ടിൽ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ബോറടി കേട്ടോ ഹർഷക്കുട്ടന്. അങ്ങനെ ഹർഷുവിൻ്റെ കൂടെ ഞാൻ കുറച്ച് നേരം കളിച്ച്. മുറ്റത്ത് എന്തായാലും വിടാൻ പറ്റില്ല, നല്ല മഴയാണ്. മഴ കുറച്ച് തോരുമ്പോൾ വേണം മുറ്റത്തൊക്കെ ഇറക്കി കളിക്കാൻ. അതിൻ്റെ ഇടയിൽ കൂടെ ഹർഷക്കുട്ടി ഒരു ലൈറ്ററൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ലൈറ്റർ ഞാനൊന്ന് കത്തിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ ആൾ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. സമയം ഏകദേശം 1-1:30 ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകണം. ആദ്യം തന്നെ ഹർഷക്കുട്ടിക്ക് ഫുഡ് കൊടുക്കണം, അതിന് ശേഷം വേണം കേട്ടോ എനിക്ക് കഴിക്കാൻ. നല്ല വിശക്കുന്നുണ്ട്. പുറത്ത് വന്നിട്ടാണ് ഹർഷുവിന് ഫുഡ് കൊടുക്കുന്നത്. അതാകുമ്പോൾ കാക്കേനെയും പൂച്ചേനെയും പട്ടീനെയും കണ്ടിട്ട് ആൾ കഴിച്ചോളും, 1-2 പിടികൾ കഴിച്ചോളും കേട്ടോ. അങ്ങനെ അതാ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഹർഷക്കുട്ടി ഒരു ബോളും എടുത്ത് വന്നിട്ടുണ്ട്. ഇനി ബോൾ കളിക്കണം അമ്മയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇതാ രണ്ടാളും കൂടെ കുറച്ച് നേരം ബോളൊക്കെ തട്ടി കളിച്ച് ഇങ്ങനെ കളിച്ച ക്ഷീണത്തിൽ ആൾ കുറച്ച് കഴിഞ്ഞ് ഉറങ്ങിക്കോളും. പിന്നെ എന്താ വേഗം അകത്ത് കയറി ഞാനിതാ ഫുഡ് കഴിക്കുകയാണ്. എൻ്റെ കൂടെ തന്നെ ഹർഷക്കുട്ടി ഇരിക്കുന്നുണ്ട്. ഇതാ കണ്ടോ,
ഹർഷക്കുട്ടി ഉറങ്ങിയ വീട് ഉറങ്ങിയിട്ട് അങ്ങനെ ഹർഷനെ ഉറക്കി. ഇനി കുറച്ചു നേരം ഞാനും ഉറങ്ങട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.